ദൈവം ആ സമയത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രത്യാശക്കാലത്ത് നീ എന്ത് ചെയ്ത്? മിക്കവാറും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു 60% ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാശക്കാലത്ത്. അപ്പോൾ അതൊക്കെ ചെയ്തതാണ്. എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത്, അവിടെ കാണിസന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു. പക്ഷേ കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് തളർന്നവർ, മനസ്സിടിഞ്ഞവർ, അതിൽ മിക്കവാറും തളച്ച് ഉറങ്ങി. ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട അലവലാദികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും. കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ, അത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും. പക്ഷേ ചില വിദ്വാന്മാർക്ക് കാര്യങ്ങളറിയാം. അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞ കാല ചരിത്രം അതാണ്. അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവിടെ ഒന്നൊരു ഇൻസെൻറ്റ് കൊടുത്തിട്ട്, കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അത് പറമ്പ് വിൽക്കാനും ജപ്റ്റ് മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണിയല്ലത്.